ജില്ലയിൽ നിന്നുമുള്ളവർ എല്ലാ ആഴ്ചയിലും ജിദ്ദയിൽ ഒത്തുകൂടുക. സ്നേഹവും സൗഹൃദങ്ങളും സഹായങ്ങളും ഒക്കെ പങ്കുവെച്ച് അവർ പല വഴിക്ക് പിരിഞ്ഞു പോകും. പിറ്റേ ആഴ്ചയിലും അവർ ഇതേ ദിവസം ഇതേ സമയം ഇവിടെ ഒത്തുചേർന്ന് സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെക്കും. ജിദ്ദയിലെ പാലക്കാടൻ കൂട്ടായ്മയാണ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഈ മഹാസൗന്ദര്യം ആസ്വദിക്കുന്നത്. മലയിറങ്ങി വരുന്ന പാലക്കാടൻ കാറ്റിന് എന്നും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സുഗന്ധമുണ്ട്. പ്രവാസ ലോകത്തെത്തിയിട്ടും ഇതൊന്നും ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുകയാണ് കുറെ പാലക്കാട്ടുകാർ. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ സജ്ജ പാർക്കിൽ ഒത്തുകൂടിയാണ് നാടിന്റെയും മറുനാടിന്റെയും വിശേഷങ്ങൾ ഇവർ പങ്കിടുന്നത്. ചിരിയും കളിയും ചിലപ്പോൾ ഗൗരവമുള്ള ചർച്ചകളുമെല്ലാമായി വ്യാഴാഴ്ചകളിലെ രാത്രികളെ സമ്പന്നമാക്കും. ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ളവർ പാലക്കാടൻ കൂട്ടായ്മയിലുണ്ട്. രാഷ്ട്രീയവും ജാതിയും മതവുമെല്ലാം മറന്ന് സൗഹൃദത്തിന്റെ തണലിലുള്ള ഒത്തുചേരൽ. പാലക്കാട് ജില്ലാ കൂട്ടായ്മ 3 വർഷത്തോളമായി തുടക്കം കുറിച്ചതിന് ശേഷം ഈ സജ പാർക്കിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഒത്തുകൂടുന്ന സുഹൃത്തുക്കളാണ് ഇവിടെ ഇന്നുമുള്ളത്. ഇതിലേറെ സുഹൃത്തുക്കൾ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ കൂടിച്ചേരലിൽ പാലക്കാടൻ കൂട്ടായ്മക്കും പ്രവാസികൾക്കും വേണ്ട കാര്യങ്ങൾ ചർച്ച നടത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാട്ടിലും കൂടിച്ചേർന്നുകൊണ്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. 30-40 ഒക്കെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കുറേ നാട്ടു വർത്തമാനങ്ങളൊക്കെ, ഒരുപാട് നൊസ്റ്റാൾജിയകൾ നമ്മുടെ നാട്ടിനെ കുറിച്ചും നാട്ടിലെ സാധാരണയായ കുറേ സംഭവങ്ങൾക്കപ്പുറം ആളുകൾ പരസ്പരം ബന്ധപ്പെടുന്നതിൻ്റെ കുറേ തമാശകളും ഒക്കെ ആയിട്ട് കൂടുന്നതിന് ഒരുപാട് ഈ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് കിട്ടുന്ന ഒരു വലിയൊരു ആശ്വാസമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിലെ തിരക്കുകൾക്കും ജോലി സമ്മർദ്ദങ്ങൾക്കുമിടയിൽ സ്വന്തം നാടിന്റെ ഓർമ്മകളും സൗഹൃദങ്ങളും നിലനിർത്തുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ്. 3 വർഷത്തോളമായി ഇവർ വ്യാഴാഴ്ച രാത്രികളിൽ ഇങ്ങനെ ഒത്തുചേരുന്നുണ്ട്. പാലക്കാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള 40ഓളം പേരെങ്കിലും ഓരോ ദിവസവും ഉണ്ടാകും. ഓരോ പ്രദേശത്തെയും വിശേഷങ്ങളും നാട്ടുവർത്തമാനങ്ങളും വികസന കാര്യങ്ങളും കുടുംബ സംബന്ധമായ അനുഭവങ്ങളുമെല്ലാം പങ്കുവയ്ക്കും. അംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ, ഭാവി പദ്ധതികൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ അംഗങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളിൽ മാനുഷികമായ പരിഗണന അർഹിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര സഹായങ്ങൾ നൽകാൻ ഈ കൂട്ടായ്മ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും പന്ത് കളിക്കാൻ ഒത്തുകൂടി, പിന്നീട് പന്ത് കളി പിറ്റേ ദിവസങ്ങളിൽ ഞങ്ങൾ പാർക്കിൽ എല്ലാവരും ഒത്തുകൂടി അതിൽ നിന്ന് കണ്ടെത്തുന്ന ആശ്വാസവും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം ഷെയർ ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തി അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. സൗഹൃദവും സ്നേഹവും മാത്രമല്ല, കൂട്ടത്തിൽ ഒരാളുടെ കണ്ണു നനയാൻ ഇവർ അനുവദിക്കില്ല. കഴിയുന്നതുപോലെ എല്ലാവരും സഹായവുമായെത്തും. നാട്ടിലൊരാൾക്ക് വിഷമമുണ്ടായാൽ അവർക്ക് കൈത്താങ്ങാകാനും ഈ കൂട്ടായ്മയുണ്ട്. നാട്ടിൽ പോകുന്നവർ അവിടെ വെച്ചും പരസ്പരം കാണുകയും സൗഹൃദങ്ങൾ പങ്കിടുകയും ചെയ്യും. കുടുംബങ്ങൾ തമ്മിലും വലിയ അടുപ്പവും സ്നേഹവുമുണ്ട്. നാട്ടിൽ നിന്നും വരുന്നവർ പാലക്കാടൻ പലഹാരങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടെ വെച്ചാണ് പങ്കിടുക. ചക്ക, മാങ്ങ, പൈനാപ്പിൾ, ചെറുപഴം, കപ്പ, ബീഫ്, പായസം ഇങ്ങനെ ഇഷ്ടമുള്ള വിഭവങ്ങൾ പാർക്കിൽ കൊണ്ടുവന്ന് പകുത്തു കഴിക്കുമ്പോഴുണ്ടാകുന്ന രുചിയും സംതൃപ്തിയും മറ്റെവിടെയും കിട്ടില്ലെന്ന് പറയും പാലക്കാട് കൂട്ടായ്മയിലെ അംഗങ്ങൾ. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയിൽ നിന്ന് ജിദ്ദയിലെ സ്ഥിര വിസയിലുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഗ്രൂപ്പ് നല്ല രൂപത്തിൽ പോകുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പർമാരുടെയും സന്തോഷവും സമാധാനവും വിഷമങ്ങളും ദുഃഖങ്ങളും അത് പരസ്പരം ചർച്ച ചെയ്യുക. ഒരാളുടെ വിഷമം ഗ്രൂപ്പിൽ എല്ലാവരുടെ വിഷമമായിട്ട് കാണുക. ടർഫിലെ ഫുട്ബോൾ കളിയിൽ നിന്നുമായിരുന്നു തുടക്കം.
പിന്നീട് പാർക്കിൽ ഒത്തുകൂടാൻ തുടങ്ങി. സജ്ജ പാർക്ക് അങ്ങനെ സ്ഥിരം സംഗമവേദിയായി. വ്യാഴാഴ്ച രാത്രിയായാൽ ജോലി തിരക്കുകളും ജീവിത പ്രയാസങ്ങളും മാറ്റിവെച്ച് എല്ലാവരും പാർക്കിലെത്തും. നാട്ടിൽ നിന്ന് ജിദ്ദയിൽ സന്ദർശനത്തിനെത്തുന്ന കുടുംബാംഗങ്ങളും കുട്ടികളുമെല്ലാം പലപ്പോഴും ഈ ഒത്തുചേരലിന്റെ ഭാഗമാകും. പാലക്കാടൻ കലയും സാംസ്കാരിക മുദ്രകളുമൊക്കെ ചേർത്ത് നിർത്താനും ഈ കൂട്ടായ്മ ശ്രമിക്കുന്നുണ്ട്. പ്രവാസികൾക്ക് ഇവയെല്ലാം പരിചയപ്പെടുത്തുകയാണ് മറ്റൊരു ദൗത്യം. പാലക്കാടൻ തനതായ കലാരൂപങ്ങളായ കൂതൻ, തിറ, അതുകൂടാതെ വെളിച്ചപ്പാട്, എല്ലാവിധ നമ്മുടെ പഴമയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളവിടെ ജദ്ദയുടെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ അവതരിപ്പിച്ച് വളരെയധികം വലിയൊരു കയ്യടി നേടി. പാലക്കാടിന്റെ കലാരൂപങ്ങളൊക്കെ അത് കാണിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടത്തിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വമ്പനൊരു പ്രോഗ്രാം പാലക്കാടിന്റെ ഓരോ തരം പൂതന്തറ അങ്ങനെയുള്ള ഇവിടെ ജിദ്ദക്കാർ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മളവിടെ നടത്തിയിരുന്നു. അത് ജിദ്ദക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമാണ്. അത് മാത്രമല്ല, പാലക്കാട് ടൗണിൽ നിന്നുണ്ട്, മണ്ണാർക്കാട്, അതായത് മലപ്പുറം സൈഡ്, ഇതിലുള്ള തൃശ്ശൂർ ടച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഭാഗമാണ് ഞങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം ഇവിടെ. കൂട്ടായ്മയുടെ ഭാഗമായിരുന്നവർ നാട്ടിലേക്ക് തിരിച്ചുപോയാലും ഇവർ കൈവിടില്ല. സ്നേഹാന്വേഷണങ്ങളുമായി ഫോണിന്റെ മറുതലയ്ക്കൽ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകും. സഹായവും സ്നേഹവും പങ്കിട്ട് കൂടെ ചേർത്തു നിർത്തും. നാട്ടിലേക്ക് പോകുന്നവർക്ക് യാത്രയായപ്പോൾ സ്നേഹ സമ്മാനങ്ങൾക്കുമൊപ്പം മനസ്സിൽ ഒരിടവും നൽകും. ഞങ്ങളിവിടെ ഒത്തുകൂടുമ്പോൾ ഒരു കുടുംബം പോലെയാണ് തോന്നുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും കുടുംബം എല്ലാം വിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടാവുന്നത്. ഓരോ സംഗമത്തിന്റെയും ഒടുവിൽ ഒരുമിച്ചൊരു ചിത്രമെടുത്താണ് പിരിയുക. ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാനുള്ള പുറം കാഴ്ചയല്ല, മറിച്ച് ഉള്ളുകൊണ്ട് അടുത്തറിഞ്ഞവർ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഉൾക്കരുത്താണ്. താങ്ങും തണലുമായി എവിടെയായാലും കൂടെയുണ്ടാകുമെന്ന ഉറപ്പ്.